പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആഴത്തിൽ വളർന്നു തുടങ്ങിയ ത്രേസ്യായ്ക്ക് ദൈവിക പ്രചോദനങ്ങളും അനുഭവങ്ങളും ലഭിക്കുകയും അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ആത്മീയ പിതാവുമായി പങ്കുവെക്കുന്നു. എല്ലാവരോടും അവളുടെ ആത്മീയ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു തന്റെ ആത്മീയ അനുഭവത്തെ എങ്ങനെ വിശുദ്ധീകരിക്കണമെന്ന്. എങ്കിലും അവൾ തുറന്നു പറയുകയാണ്, സത്യത്തിൽ ഞാൻ യേശുവിനെ കണ്ടു. ദിവ്യനാഥൻ എന്റെ അരികിൽ ഉണ്ടായിരുന്നു. നാഥനെ വ്യക്തമായി അനുഭവിക്കുകയും ചെയ്തിരുന്നു. കുമ്പസാരക്കാരൻ ഉടനെ അവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് യേശുവിനെ കണ്ടത്? ത്രേസ്യ പറഞ്ഞു, എന്റെ ഭാഗ്യമായ കണ്ണുകൾ കൊണ്ടല്ല കണ്ടത്, ആന്തരികമായിരുന്നു. എന്റെ ഉള്ളിൽ ദിവ്യനാഥന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. നമ്മുടെ പിന്നിൽ നിന്ന് സൂര്യന്റെ ചൂട് അനുഭവപ്പെടുന്നത് പോലെയായിരുന്നു ആ സാന്നിധ്യം ഞാൻ അറിഞ്ഞിരുന്നത്. പുരോഹിതൻ അവളോട് തറപ്പിച്ചു ചോദിച്ചു, അത് യേശുവാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ത്രേസ്യ ഉറപ്പിച്ചു പറയുകയാണ്, ദിവ്യനാഥൻ തന്നെ പലവട്ടം എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ നാഥൻ ഇങ്ങനെ പറയുന്നതിനു മുമ്പ് തന്നെ അത് യേശുവാണെന്ന തിരിച്ചറിവ് എന്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ദിവ്യനാഥൻ എന്റെ അരികിൽ ഉണ്ടായിരുന്നു, എന്റെ വലതുവശത്തുണ്ട്. വൈദികൻ ഈ അനുഭവങ്ങളെയെല്ലാം നഖശികാന്തം എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനൊരു ദർശനം നിനക്കുണ്ടാവുകയില്ല. പുരോഹിതൻ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ത്രേസ്യ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ കഴിയില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്ന് ത്രേസ്യ യാചിക്കുകയാണ്. ത്രേസ്യയെ വേണ്ടവിധം മനസ്സിലാക്കാതെ വളരെ ദേഷ്യത്തോടുകൂടി ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഇനി മുതൽ നീ എന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വരികയും വേണ്ട എന്ന് പറഞ്ഞ് ശക്തമായി ത്രേസ്യയെ ശകാരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ പറ്റിയ വൈദികരെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ആരും നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ത്രേസ്യ തന്റെ ബോധ്യങ്ങളെയും ദൈവാനുഭവത്തെയും തള്ളിക്കളയുന്നില്ല. അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ സത്യത്തെ അന്വേഷിക്കുകയാണെന്ന്. ത്രേസ്യയുടെ ആത്മീയ ജീവിതം വൈദികരുടെ ഇടയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഒരിക്കൽ രണ്ട് പുരോഹിതരുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഒരാൾ പറയുകയുണ്ടായി, ഇൻകാർണേഷൻ മഠത്തിലെ ഒരു കന്യാസ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു, അവളുടെ കുമ്പസാരക്കാരനാകാൻ പറ്റുമോ എന്ന്. ആ കന്യാസ്ത്രീ ത്രേസ്യ തന്നെയായിരുന്നു. വീട്ടുകാർക്ക് പോലും വലിയ മതിപ്പ് ത്രേസ്യയെക്കുറിച്ചില്ല എന്നും മാത്രമല്ല, ഇവൾ സ്വരമുയർത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഇവളുടെ കുമ്പസാരക്കാരനാകാൻ പോകുന്നെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചിട്ട് മതി. ഇവൾ ഇതിനിടയിൽ പല കുമ്പസാരക്കാരെയും സ്വീകരിച്ചിട്ടുണ്ട്, ആരും സ്ഥിരമായി സഹായിച്ചിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ത്രേസ്യയുടെ കുമ്പസാരക്കാരനായാൽ തനിക്കുള്ള ബഹുമാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നെല്ലാം പറഞ്ഞ് ഈ കൊച്ചത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. Sin embargo, hay quien se hace lenguas de su santidad. En fin, haga lo que quiera, pero mi opinión es que se desprestigiaría vuestra reverencia y al final no le traería más que problemas. ത്രേസ്യ വരുന്നത് കണ്ട് അവിടുന്ന് ഓടി മാറുന്നു രണ്ടുപേരും. Y justo es la misma. Disimule, para mí sería muy violento. Vámonos. ത്രേസ്യയുടെ ആത്മീയ ജീവിതത്തിൽ പലവിധ തെറ്റിദ്ധാരണകളും കടന്നു വന്നെങ്കിലും ദൈവം ത്രേസ്യയെ കൈവിട്ടില്ല. മറിച്ച് വലിയ ദൈവാനുഭവങ്ങളിലൂടെ ത്രേസ്യയെ വളർത്തി. അതിൽ ഏറ്റവും വലിയ ദൈവാനുഭവമാണ് ഇത്.
ഒരിക്കൽ ത്രേസ്യ അതിതീവ്രമായ ധ്യാനത്തിലായിരുന്നപ്പോൾ ഒരു മാലാഖ കയ്യിലൊരു സ്വർണ്ണ കുന്തവുമായി വന്നു. അതിന്റെ ലോല അഗ്രത്തിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട് എന്ന് ത്രേസ്യായ്ക്ക് തോന്നി. ദൈവം ചിലപ്പോഴൊക്കെ അവളുടെ ഹൃദയത്തിലും ചിലപ്പോൾ കുടലുകളിലും അത് കുത്തിക്കടത്തുന്നത് പോലെ അവൾക്ക് തോന്നി. അത് അവിടുന്ന് വലിച്ചെടുക്കുമ്പോൾ അവയവങ്ങൾ കൂടി വലിച്ചെടുക്കുന്നത് പോലെ ത്രേസ്യായ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. ദൈവം അവളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഉജ്ജ്വലമാക്കുകയായിരുന്നു. അപ്പോൾ അവൾ അനുഭവിച്ച വേദന ഭയങ്കരമായിരുന്നു. മറ്റു വിധത്തിൽ അവൾക്ക് വിവരിക്കാൻ സാധ്യമല്ലായിരുന്നു ഈ അവസ്ഥ. ഇതിന്റെ അനുഭവമില്ലാത്തവർക്ക് ഈ അരൂപിയുടെ വേദന എവിടം വരെ പോകുമെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തന്മൂലം ഇതിനെപ്പറ്റി എഴുതാനോ സംസാരിക്കാനോ അസാധ്യമാണ്. ഈ വേദന ഭൗമിക വേദനകളിൽ നിന്നും വ്യത്യസ്തമാണ്. que me metía por el corazón y que me llegaba hasta las entrañas. Luego, al sacarle, parecía que se las llevaba consigo y que me dejaba abrasada en grande amor de Dios. എന്നിരുന്നാലും അഗാധമായ ഈ വേദന കൊണ്ടുണ്ടായ മാധുര്യം എത്രയും അഗാധമായിരുന്നതിനാൽ ആ വേദനയിൽ നിന്ന് മോചിക്കപ്പെടണമെന്ന് അവൾ ഒട്ടും ആഗ്രഹിച്ചില്ല. ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ വളർന്നു തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് ധാരാളം തിരസ്കരണങ്ങളും എതിർപ്പുകളും ഉണ്ടായേക്കാം. അതുപോലെ നല്ല വിമർശനങ്ങളും അവഗണനകളും ലഭിക്കും. ഇത് ഒരു അസ്വാഭാവികമായി കാണരുത്. ഇത് നമ്മെ ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ആത്മീയ കാര്യങ്ങളിൽ സ്ഥിരത ലഭിക്കുവാനും കാരണമാവും. ത്രേസ്യയെ പോലെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.